ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ആടിൻ്റെ ലിവർ വെച്ചിട്ട് നല്ല ഒരു പെപ്പർ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ആടിൻ്റെ ലിവർ വാങ്ങിയിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വളരെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒത്തിരി വലിയ പീസുകളായിട്ടല്ല, ചെറിയ ചെറിയ പീസുകളാകുമ്പോഴാണ് അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ നന്നായി പിടിച്ച് പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ വളരെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒത്തിരി കനത്തിൽ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 8 വെളുത്തുള്ളി ചതച്ചത്, 4-5 ചുവന്നുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി നമുക്ക് പൊടിയായിട്ടല്ല, നൈസായിട്ടുള്ള പൊടിയല്ല ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഒരു തരിതരിപ്പോട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയാണ്. അത് ഒരു 3/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് നല്ലതുപോലെ ആ ഒരു കരളിൻ്റെ മീതെ നല്ലതുപോലെ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് മസാല യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ലിവർ, നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ലിവർ ഒരു മൂടി വെച്ച് അടച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ മസാല കൂട്ടി വയ്ക്കുമ്പോൾ അതിലേക്കൊക്കെ നന്നായിട്ട് ആ മസാല പിടിച്ച് നല്ല സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഒരു പാത്രം എടുത്ത് ചൂടാക്കി അതിലേക്ക് നമുക്ക് മസാല കൂട്ടിയിട്ടുള്ള ലിവർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ലിവർ മസാല കൂട്ടിയ പാത്രം ഉണ്ടല്ലോ, ആ ബൗളിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം കൂടി നമ്മൾ ഒത്തിരി വെള്ളം കൂടാണ്ട് കുറച്ച് വെള്ളം മതി. അത്രയും വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ഒരു മൂടി വെച്ചാൽ, എന്നിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് മൂടി വെച്ച് അടച്ചിട്ടേക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഫുള്ളായിട്ട്. അപ്പോൾ തന്നെ നല്ല രസമായിട്ടുള്ള നല്ല മണം ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ചാറൊക്കെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇത് വീണ്ടും നമുക്ക് അടച്ച് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വയ്ക്കട്ടെ. അങ്ങനെ 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് വരും. കാരണം നമ്മൾ അത്ര കട്ടിക്കല്ലല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞു. ലിവറെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കനം കുറച്ചിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അത്യാവശ്യം വെള്ളവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. അതിന് നമുക്ക് ഇപ്പോൾ അത്യാവശ്യം വേവായിട്ടുള്ളതാണല്ലോ കരൾ. അപ്പോൾ നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഈ ചാറൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റട്ടെ. എന്നിട്ട് മൂടി ഓപ്പൺ ചെയ്തിട്ട് തന്നെ നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ഡ്രൈ ആക്കി എടുക്കേണ്ട, ഇപ്പോൾ തന്നെ ചെറിയ ഒരു ചാറോട് കൂടി എടുക്കാം. അപ്പോൾ ഇപ്പോൾ കുറേശ്ശെ വെള്ളം വറ്റി ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ ഒരു മസാല, ഈ ലിവറിൻ്റെ ഈ ഒരു മസാല നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു ചെറിയ ചാറോട് കൂടിയിട്ടാണ് നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1-2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാം. കുറച്ച് അതിലുണ്ടായിക്കോട്ടെ, കുറച്ചെടുത്ത് മാറ്റാം. ഞാൻ അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെടുത്തിട്ട് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് ഇടാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചത്, അതുപോലെ വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതല്ലാതും ഒരു 3/4 ടീസ്പൂൺ, 1 ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് നടുക്കിക്കറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് നടുക്കിക്കറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ട്, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. സവാളയും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഇതെല്ലാതും വഴറ്റിയെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാതും മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം.
അങ്ങനെ ഇതാ സവാളയും അത്യാവശ്യം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് അതിലേക്ക് ഗരം മസാല പൊടിയും അതുപോലെ മുളക് പൊടി ഓൾറെഡി നമ്മൾ കരൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അതേപോലെ ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ലിവറിൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി, അപ്പോഴേക്കും നമ്മൾ ആ ലിവറിലേക്ക് ആ ഒരു ചെറിയൊരു ചാറോട് കൂടിയിട്ടല്ലേ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം നന്നായി വലിഞ്ഞ് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സവാളയുടെ മിക്സിലേക്കും കൂടി ഇട്ടിട്ട് നന്നായി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ സമയത്ത് വെളിച്ചെണ്ണ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടി കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും എരിവ് ചേർക്കരുത്, കുറച്ച് എരിവ് കുറച്ചിട്ട് വേണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു ലിവർ പെപ്പർ ഫ്രൈ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു ആടിൻ്റെ ലിവറൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്, ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.